വേദിയിലെ സദസ്സുകൾ എല്ലാ മഹനീയ വ്യക്തിത്വങ്ങൾക്കും സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഇവിടെ മേനോന്മാർ ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയില് 11 സപ്താഹ യജ്ഞങ്ങള് കഴിഞ്ഞ വേളയില് നവംബർ മാസത്തില് 12ാമത്തത് സത്രം ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹം അകത്ത് വെച്ച് ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് തന്നെ സങ്കല്പം ചെയ്തു. അതായത് ഒരു യജ്ഞം കഴിയുമ്പോൾ തന്നെ അടുത്തൊരു മഹാസത്രത്തിന് തുടക്കം കുറിച്ച ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അതിന്റെ ഒരു സ്വാഗത കമ്മിറ്റിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സത്രത്തെ കുറിച്ച് മാത്രം അല്പമൊന്ന് സംസാരിക്കാം. ഭാഗവതത്തെ കുറിച്ചും ഭാഗവതത്തിന്റെ മഹത്വത്തെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. 7 ദിവസങ്ങളിലായിട്ട് തലേ ദിവസം മഹാത്മ്യം വായിച്ച് 7 ദിവസങ്ങളിലായിട്ട് 7ാം ദിവസം ഉച്ചയോടുകൂടി സമർപ്പിക്കുന്ന രീതിയിൽ യജ്ഞങ്ങൾ നടത്തി വരുന്നതാണ് സപ്താഹ യജ്ഞം. പരീക്ഷിത് മഹാരാജാവിന് ശുഖബ്രഹ്മർഷി ഉപദേശിച്ച ആ 7 ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ശ്രീമദ് ഭാഗവത സപ്താഹത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് സപ്താഹ യജ്ഞങ്ങൾ നടത്തി വരുന്നത്. എന്നാൽ സത്രത്തിന് ശരിക്കും അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ദിവസങ്ങളോ നാളുകളൊന്നും ഇല്ല എന്നാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഭഗവാനെ കുറിച്ച് അറിയാനും ആ ഈശ്വര സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും സംശയം തീർത്തുകൊണ്ട് ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാനുമുള്ള വേദി എന്നുള്ള നിലക്കാണ് അനിമിഷക്ഷേത്രേ ഋഷയശൗനഗാതയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. സഹസ്രം വൈ അനന്ത, അനേക കാലം നീണ്ടു നിൽക്കുന്ന സത്രം. സത്രം തന്നെ പലതരത്തിൽ ഉണ്ടെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആനന്ദാശ്രമത്തോട് ചേർന്ന് ശ്രീരാമക്ഷേത്രത്തിൽ 2000 മുതൽ 2011 വരെ തുടർച്ചയായിട്ടുള്ള സത്രമായിരുന്നു. എല്ലാ ദിവസവുമല്ല, എല്ലാ മാസത്തിലും അവസാനത്തെ ഞായറാഴ്ച ഫുൾ ഡേ എടുത്തുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി അന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ആശയമാണ്, അതായത് വിശദീകരിച്ചു. പക്ഷെ അവസാനം ഉപദേശം തുടങ്ങിയപ്പോഴും നിർത്തേണ്ടി വന്നു ചില സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട്. അതും സത്രമാണ്. 10 ദിവസങ്ങൾ കൊണ്ട് സത്രം നടത്താറുണ്ട്, 11 ദിവസങ്ങൾ കൊണ്ട് നടത്താറുണ്ട്. ഈ 7 ദിവസം എന്നുള്ള പരിധി വിട്ട് കുറെ കൂടി വിപുലമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു യജ്ഞ മഹോത്സവമായിട്ട് നടത്തണമെന്നുള്ള സങ്കല്പമാണ് സത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് നല്ല ഒരു സുദിനത്തില് നിശ്ചയിച്ചതൊക്കെ ഭഗവാൻ നിശ്ചയിച്ചതാണെന്ന് കണക്ക് കൂട്ടുക. 2026 നവംബർ മാസം 26, ഓർമ്മിക്കാൻ സൗകര്യമായിരിക്കും. ഡിസംബർ 6 വരെ ആയിട്ടുള്ള തീയതികളിൽ നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ 11 ദിവസമാണ് നമ്മൾ ഇവിടുത്തെ സത്രത്തിനുള്ളത്. സപ്താഹ യജ്ഞങ്ങളിലൊക്കെ വൈകുന്നേരം ഒരു മഹാത്മ്യ ചടങ്ങുണ്ടാവുമെങ്കിൽ ഇവിടെ മഹാത്മ്യ ചടങ്ങല്ല. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 26ാം തീയതി രാവിലെ മുതൽ ഇവിടെ യജ്ഞം ആരംഭിക്കുന്നുള്ളതാണ്. രാവിലത്തെ ചടങ്ങുകളോടുകൂടി മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ച് ഇതിന്റെ പതാക ഉയർത്തുന്ന ചടങ്ങോടുകൂടിയിട്ട് വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി ആരംഭിച്ച് സമാരംഭ സഭ, ആചാര്യ സംഗമത്തോടു കൂടിയിട്ടുള്ള സമാരംഭ സഭ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വിശദീകരിച്ച് 6 അധ്യായങ്ങൾ മഹാത്മ്യ പാരായണം നടത്തി അതിന്റെ പ്രഭാഷണം വിസ്തരിച്ച് കഴിഞ്ഞുകൊണ്ട് ദീപാരാധനയോടുകൂടി മംഗളാരതയോടുകൂടിയിട്ടാണ് 1ാം ദിവസം ഫുൾ ഡേ ആയിട്ടാണ് സമർപ്പിക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങള് 7 മണിക്ക് ശേഷമുള്ള പ്രത്യേക പരിപാടികളെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിച്ച് വിശദീകരിക്കാവുന്നത്. സത്രത്തിന്റെ ഘടന എങ്ങനെയാണ്? പിറ്റേ ദിവസം നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങി കഴിഞ്ഞ ഒരു 5:30 മണിക്കെങ്കിലും യജ്ഞം സഹസ്രനാമം ആരംഭിക്കണം, വിഷ്ണു സഹസ്രനാമം. അത് കഴിഞ്ഞ് നാമപ്രദക്ഷിണം, സമൂഹ പ്രാർത്ഥന, സമൂഹ അർച്ചനയോടുകൂടി ആരംഭിച്ച് 6 മണിയോടുകൂടി പാരായണത്തിലേക്ക് കടന്ന് ഒരു 8:15 വരെ പാരായണവും തുടർന്ന് നാരായണീയ പാരായണവും, അത് കഴിഞ്ഞ് ഇടവേളയും ഒക്കെ അതിൽ തീരും. അത് കഴിഞ്ഞ് പ്രഭാഷണങ്ങളിലേക്ക് കിടക്കുകയാണ്. എന്റെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് അങ്ങനെ കൂടുതലൊന്നും അറിവില്ല, ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തില്
ചുരുങ്ങിയത് ഒരു ഭാഗവതത്തിലെ വിഷയങ്ങളെ അധികരിച്ച് ഒരു 6 പ്രഭാഷണങ്ങളെങ്കിലും ഒരു ദിവസം വരുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 3 അതിന് ശേഷമായിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വർത്തമാനമൊന്നും പറയില്ല. അതിനിടയിൽ അത് നടക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേക വിഷയങ്ങളെ അധികരിച്ച് മഹാത്മാക്കളുടെ ഒരു ചർച്ചയും, അതായത് ഒരു പ്രഭാഷണവും നടത്തുന്നുണ്ടാവും. അപ്പോ ഫലത്തിൽ എത്രയും 7 പ്രഭാഷണങ്ങള് വിഷയങ്ങൾ അധികരിച്ച്. അതാണ് ഈ സത്രത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ചില സപ്താഹത്തിലൊക്കെ നമുക്ക് കാണാം, അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പ്രഭാഷണത്തിനൊന്നും സമയം തന്നെ ഉണ്ടാവില്ല. വെറും ചടങ്ങുകളായിട്ട് മാറി ആഘോഷങ്ങളായിട്ട് മാറുന്ന ചടങ്ങ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമുക്ക് വേണ്ടത് ഓരോ കഥാഭാഗങ്ങളും വിസ്തരിച്ച് വർണ്ണിക്കാനുള്ള ഒരവസരം കൂടി കിട്ടും. എങ്കിലും പാരായണത്തിന് ഒരു 4.25 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. രാവിലെ മുതൽ 7 മണിക്കുള്ളിലായിട്ട് അതും അതിനിടയിൽ നടക്കും. അങ്ങനെ 7 ദിവസങ്ങളിലായിട്ട് എല്ലാ വിഷയങ്ങളെയും അധികരിച്ച് 12ാമത്തെ സ്കന്ധത്തിലെ 13 അധ്യായങ്ങളാണ് അവസാനത്തെ ദിവസം സമർപ്പിക്കാനുണ്ടാവുക രാവിലെ. അത് കഴിഞ്ഞ് അന്നും പ്രത്യേകിച്ച് വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള 2 പ്രഭാഷണങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് 70ഓളം വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങളും ബാക്കിയുള്ള പാരായണങ്ങളും സമ്പൂർണമായിട്ട് നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു പ്രഭാഷണവും ഭാഗവതത്തിലെ ചടങ്ങുകളും മാത്രമല്ല സകൽ, അതിനധികം സ്വാതന്ത്ര്യമുണ്ട്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ നാരായണീയത്തിന് രാവിലെ സമയം കൊടുക്കാന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചക്ക് കൊടുത്തുകൂടാന്നല്ല, പക്ഷെ രാവിലത്തെ ഒരു സമയം കൊടുക്കാന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ പ്ലാനിങ്ങിൽ അതൊക്കെ വരും. നാരായണീയ പാരായണം എന്ന് പറയുന്നത് 10ഓ 20ഓ പേരല്ല, ഒരുമിച്ച് 10ഓ 500ഓ പേര് ഒരുമിച്ച് ഒരു 10 ദശകം വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 10 ദിവസം കൊണ്ട് സമ്പൂർണ്ണ പാരായണം നടക്കും. മാഹാത്മ്യം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ 10ാമത്തെ ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സമ്പൂർണ്ണം അഗ്രേപശ്യാമി വരെയുള്ള ദശകങ്ങൾ പൂർണ്ണമായിട്ടും ആകും. പക്ഷെ അതിന്റെ അർത്ഥം വേറെയാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. 500 പേര് 10 ദശകം പാരായണം ചെയ്യുമ്പോൾ അത്രയും ഗണിക്കുക. അങ്ങനെ 10 ദിവസം എന്ന് പറയുമ്പോൾ 500 പേരുണ്ടെങ്കിൽ എത്ര സമ്പൂർണ്ണ നാരായണീയം ഇവിടെ വരുമെന്ന് കൂടി ആലോചിച്ച് നോക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുമ്പോൾ അതൊക്കെ ഈ ക്ഷേത്ര ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഊർജം, അതിന്റെ ഒക്കെ ഫലമാണ് ഈ ശ്രീമദ് ഭാഗവത മഹാസത്രത്തിലൂടെ. അതിന്റെ ഗൗരവം തുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഒരു മഹാസത്രത്തിലൂടെ നമുക്ക് കിട്ടുക. ഈ രീതിയിലാണ് അനേകം മഹാത്മാക്കള് ഭാഗവതത്തെ അധികരിച്ച് നമ്മള് ഭാഗവതത്തിൽ തന്നെ പറയുന്നു, സജ്ജന തീർത്ഥം എന്ന് പറയും. അതൊരു കുംഭമേളൊക്കെ ഉണ്ടല്ലോ, തീർത്ഥമായിട്ട് അവിടെ ചൈതന്യം വരുമ്പോഴാണല്ലോ പോയിട്ട് സ്നാനം ചെയ്യുന്നത്. ഇതൊരു സജ്ജന തീർത്ഥമാണ്. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ചിലാമയാഹ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. അതായത് സജ്ജനങ്ങള് ദർശന മാത്രത്തിൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അവരിലൂടെ പ്രത്യേകിച്ച് വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇവിടുന്ന് കേൾക്കാൻ സാധിക്കും. ഒരുപാട് ജനങ്ങള് ഒത്തുകൂടിയിട്ട് ഇപ്പോഴെ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് ഞാൻ വന്നപ്പോൾ ചോദിച്ചു, അത് 7 ദിവസമല്ലല്ലോ 10 ദിവസമല്ലേ, അപ്പോൾ 10 ദിവസത്തേക്ക് ഞങ്ങൾക്ക് അവിടെ താമസിച്ച് കേൾക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ വേണമെന്നാണ് ചോദിച്ചത്. എനിക്ക് ഓർമ്മയിലൊന്നും ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരെ നമ്മുടെ കുടുംബക്കാരാക്കി മാറ്റിയിട്ട് ഉള്ള സൗകര്യം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഇവിടെ താമസിപ്പിക്കുക. അല്ലാതെ വന്നു കഴിയുമ്പോഴും 11:30 മണിയാവും, 3 മണിക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ പെർമനന്റ് സദസ് മള്ളിയൂരിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ താമസിക്കാൻ വേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാതെ കോട്ടയത്ത് വേറെ രക്ഷയില്ല, ആളുകൾ വന്ന് താമസിക്കാൻ പറ്റില്ല. ബാംഗ്ലൂരിലുള്ളവർക്ക് അവിടെ വന്ന് താമസിക്കാം. അതുപോലെ ഇതിനോട് താല്പര്യമുള്ളവര്, എന്റെ ഒരു നേരത്തെ പറഞ്ഞതുപോലെയാണ്, ബുദ്ധി എത്ര കൃത്യമായിട്ട് വർക്ക് ചെയ്തെന്ന് അറിയില്ല. പാലക്കാട് സത്രത്തിന്റെ നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല. 43 വർഷമായിട്ട് വാഴകുന്നം പരമ്പരയിലൂടെ എങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിലും ഒരുപാട് നോട്ടീസുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയൊന്നും കണക്കില്ല. പക്ഷെ പാലക്കാട് ജില്ലയിലെ അഖില ഭാരത സത്രമോ അല്ലാത്ത സത്രമോ ആയിട്ടൊന്നും നടന്നതായിട്ടുള്ള റെക്കോർഡുകൾ
എന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി പറയാം, മേനോൻ പാറയിലായിരിക്കണം അല്ലെ ആദ്യത്തെ. ഇതിനിടയിൽ വന്ന് ഞാൻ ഉത്തരവാദില്ല കേട്ടോ. ഇത് നമ്മൾ ഉദ്ദേശിച്ചത് നവംബറിലാണ്. ആ നവംബറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തും ഈ സമയം വരെയും മേനോൻ പാറയിലാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ മഹാഭാഗവത സത്രം എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനത്തോടു കൂടി അതിനോടൊപ്പം നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇനി അങ്ങോട്ടുള്ള പദ്ധതി പ്രകാരം വളരെ വിപുലമായ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിത് നടത്തുകയാണ്. എങ്കിലും പരിഭ്രമം ലവലേശം പോലും ഇല്ല. കാരണം എല്ലാം നടക്കുന്ന തോഴനായിട്ടും സഹോദരനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാ ഭാവത്തിലും നമ്മൾ അനുഗ്രഹിക്കുന്ന പൊന്നുണ്ണികൃഷ്ണൻ ശ്രീലകത്ത് പരിലസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം ഇതുവരെ നമ്മൾ എത്തിച്ചു. പൂർണ്ണമായിട്ടും ഭഗവാനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ സത്രത്തിലേക്ക് നമുക്ക് ഭഗവാന്റെ കൈപിടിച്ച് കയറാനുള്ള സുവർണ അവസരം ഇതാ ഇവിടെ സംജാതമായിരിക്കുകയാണ്. ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ ഗുരുപരമ്പരകളുടെ എല്ലാ ശ്രേഷ്ഠ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകണം. നമുക്കിത് ഭംഗിയാക്കി തീർക്കാൻ ഏവരുടെയും ഒരുമിച്ചുള്ള മനസ്സ് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സമയം പ്രാർത്ഥിക്കാനുള്ളത്. യോഗീന്ദ്ര സുമധുരം മൂലം നിത്യം ചിത്തസ്ഥിതം പവനപുരം കാരുണ്യ സിന്ധു ഹൃത്വാ പരമാനന്ദ സന്തോഷലക്ഷ്മി കായേന മനസ്സിന്ദുഭാവ കരോമി നാരായണേതി സമർപ്പയാമി. എല്ലാം